വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർക്കായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് മിസ്റ്റർ തമ്പാൻ വർഗീസ് ആൻഡ് ഫാമിലി ഫ്രം എറണാകുളം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ലോകം എമ്പാടും ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുമായി ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി കർത്താവെ ഇവരുടെ 2 മക്കൾക്കും ഉണ്ടാകട്ടെ. കർത്താവെ, കുടുംബത്തിൻ്റെ ബിസിനസ്സിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാലും കർത്താവെ, പ്രത്യേകിച്ച് ഈ വർഷം ടേൺ ഓവർ വർദ്ധിക്കട്ടെ, പുതിയ പുതിയ വെഞ്ചേഴ്സ് ഉണ്ടാകട്ടെ. ആരോഗ്യ നിലവാരത്തിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ 4 പേരുടെയും ആരോഗ്യം വർദ്ധിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവേ, നീ കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ബ്രദർ ഡാമിയൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ. ബ്ലെസ്സിംഗ് സെന്റർ, എടപ്പള്ളി, എറണാകുളം. സംബന്ധിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിലേക്ക് പോകാം. ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വിശ്വാസ ജീവിതം, അതിൽ തന്നെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഈ സന്ദേശ പരമ്പരയിൽ ദ സേയിങ് ഫെയ്ത്ത്, അല്ലെങ്കിൽ സംസാരിക്കുന്ന വിശ്വാസം, കൽപ്പിക്കുന്ന വിശ്വാസം, അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ ആംഗിളിൽ പലരും ചിന്തിച്ച് കാണുകയില്ല. പക്ഷേ ഇന്നു മുതൽ അത് ചിന്തിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഈ വചനപ്രകാരം മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഐ ബിലീവ് ഡ്രമാറ്റിക് ചേഞ്ചസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ യുവർ ഫെയ്ത്ത് ലൈഫ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാമത്തെ വചനം മുതൽ താഴേക്കാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുക. ബൈബിൾ കൈവശം ഇല്ലെങ്കിൽ, വീട്ടിൽ ഒരു കോപ്പി ബൈബിൾ പോലും ഇല്ലെങ്കിൽ, ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക. 0484 422 111. ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്കൊരു കോപ്പി വേണമെന്ന് ആവശ്യപ്പെടുക. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം നൽകുക. സൗജന്യമായൊരു കോപ്പി നിങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ തപാൽ മാർഗം അയച്ചു തരുന്നതായിരിക്കും. മർക്കോസ് 11:22 മുതലുള്ള ഭാഗം നമുക്ക് ഈ സമയത്ത് വായിച്ചു കേൾക്കാം. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. യേശു ഉത്തരം പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് ഇളകി പോയി കടലിൽ വീഴുക എന്ന് പറയുകയും താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് അവന് സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുന്നതെന്തും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസത്തെക്കുറിച്ചുള്ള വളരെ 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 പ്രധാനപ്പെട്ട ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങൾ ഇതിനകത്തുണ്ട്. യേശു ഇത് കൽപ്പിച്ച ശേഷം യേശുവോ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോ ആരും തന്നെ ഏതെങ്കിലും മല, ഒലിവ് മലയോ താബോർ മലയോ ഏതെങ്കിലും ഒരു മല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയതായി ബൈബിളിൽ എങ്ങും വായിക്കുന്നില്ല. ചരിത്രത്തിലും വലിയ വിശ്വാസ വീരന്മാരുണ്ടായിട്ടും അവരാരും മലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയതായിട്ട് ഇന്ന് വരെ ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്, അതിനപ്പുറത്ത് യേശു എന്തൊക്കെയോ ഈ വചനഭാഗത്തൂടെ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജിയോഗ്രഫിക്കലി അവിടെ ഇവിടെയും നിൽക്കുന്ന മലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ വിശ്വാസമുള്ള എല്ലാവരും വഴിയിലൂടെ എല്ലാം പോകുമ്പോൾ കാണുന്ന മലയോട് മാറാൻ പറഞ്ഞ് എല്ലാം കൂടി പോയി കടലിൽ വീണ് മലകളൊന്നും ഇവിടെ ഇല്ലാത്തൊരവസ്ഥ വന്നേനെ. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് ദൈവം നമ്മെ പഠിപ്പിക്കുവാനുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ളൊരു വലിയ സത്യം, അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഭാഗത്ത്
യേശു പറയുന്നത്, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ വാഗൊണ്ട് സംസാരിച്ചാൽ അസാധ്യമെന്ന് തോന്നുന്നത് സാധിക്കും. ഫിസിക്കൽ ആയിട്ടുള്ള ഭൂമിയിലുള്ള ഭൗതികമായ അക്ഷരീകമായ മലകൾ മാറ്റിയതായി ചരിത്രത്തിൽ നാം ആരെക്കുറിച്ചും വായിക്കുന്നില്ല. എന്നാൽ അതല്ലാതെ മല പോലെ, പർവ്വതങ്ങൾ പോലെ നിൽക്കുന്ന വിഘാതങ്ങൾ, വിഘ്നങ്ങൾ, തടസ്സങ്ങൾ, മുമ്പിൽ തടുത്ത് മുന്നിലേക്ക് വിടാതെ വഴിമുടക്കി നിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ വിശ്വാസത്താൽ മാറിപ്പോയത് നാം അനേക സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ബൈബിളിലുണ്ട്. അത് കൂടാതെ ചരിത്രത്തിൽ മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അതുപോലുള്ള മലകൾ, പ്രശ്നങ്ങളാകുന്ന മലകൾ, അല്ലെങ്കിൽ രോഗങ്ങളാകുന്ന മലകൾ, ഇല്ലെങ്കിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള കടമായിരിക്കും. വലിയൊരു കടം എങ്ങനെ കൊടുത്തു വിട്ടും, ലക്ഷങ്ങളാകാം, കോടികളാകാം. ഇതുപോലെ നിൽക്കുന്ന വലിയ മലകൾ പോലെ ജീവിതത്തെ മുന്നിലേക്ക് വിടാത്ത പലതും, അസാധ്യമെന്ന് തോന്നുന്നത്, ആ സമയത്ത് നാം ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് വായ്കൊണ്ട് സംസാരിച്ചാൽ അത് സംഭവിക്കും എന്ന് വിശ്വസിച്ചാൽ അത് അതുപോലെ തന്നെ സാധിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ തത്വം. ഇത് നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യനാണ് നിൽക്കുന്നതെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു പോത്താണ് നിൽക്കുന്നതെന്നിരിക്കട്ടെ, സംസാരിക്കുകയോ നീങ്ങൻ പറയുകയോ ഒച്ച വയ്ക്കുകയോ ചെയ്താൽ ഇതൊക്കെ മാറിയെന്നിരിക്കാം. കാരണം അതിന് ജീവനുണ്ട്. എന്നാൽ ഒരു മലയ്ക്ക് ജീവനില്ല. അതൊരു അചേതന വസ്തുവാണ്, നിർജീവമായ ഒരു വസ്തുവാണ്. അതിനോടാണ് യേശു സംസാരിക്കാൻ പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സേയിങ് ഫെയ്ത്ത്. ഒരിക്കൽ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദ സേയിങ് ഫെയ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ പ്രേയിങ് ഫെയ്ത്ത്. വിശ്വാസം പല രീതിയിലാണ്. ചിലർക്കൊക്കെ പ്രാർത്ഥിക്കാൻ ഭയങ്കര വിശ്വാസമാണ്. പ്രാർത്ഥനയിൽ അവർ നിലവിളിക്കുകയും ഉപവസിക്കുകയും കരയുകയും നെഞ്ചത്തടിക്കുകയും കണ്ണുനീരൊഴുക്കുകയും എല്ലാം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതൊരു പ്രത്യേക വിശ്വാസമാണ്. എന്നാൽ ദർ ഈസ് സംതിങ് കോൾഡ് സേയിങ് ഫെയ്ത്ത്, അല്ലെങ്കിൽ സംസാരിക്കുന്ന വിശ്വാസം. പ്രാർത്ഥന നിർത്തിയിട്ട് സംസാരിക്കുന്ന വിശ്വാസം. പ്രത്യേകിച്ച് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് വിശ്വാസമായതുകൊണ്ട്, വിശ്വാസം, പ്രാർത്ഥിക്കുന്ന വിശ്വാസമുണ്ട്, കരയുന്ന വിശ്വാസമുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് നിലവിളിക്കുന്ന വിശ്വാസമുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് കരച്ചിലല്ല, പ്രാർത്ഥനയല്ല, വിശ്വാസത്താൽ അധരങ്ങൾ തുറന്ന് ഉള്ള സംസാരമാണ്, അല്ലെങ്കിൽ കൽപ്പനയാണ്. യേശുവിൻ്റെ നാമത്തിൽ നാം കൽപ്പിക്കുമ്പോൾ ചിലതൊക്കെ നടക്കും. ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ ഈ വ്യക്തിയെ സൗഖ്യമാക്കണമേ, ഈ വ്യക്തിയെ സൗഖ്യമാക്കണമേ എന്ന് കണ്ണുനീരോടെ വിലപിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാം, ദുഃഖത്തോടെ പ്രാർത്ഥിക്കാം. എന്നാൽ അതിനേക്കാൾ റിസൾട്ട് കൊണ്ടുവരുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തോട് സംസാരിക്കുമ്പോൾ ആ രോഗം വിട്ടുമാറുന്നു. ഞാൻ പലപ്പോഴും ഈ ബ്ലെസ്സിങ് ടുഡേ നടക്കുമ്പോഴും ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് നടക്കുമ്പോഴും മീറ്റിങ്ങുകളിലും കൂടെ പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ ഈ സമയത്ത് വിശ്വസിക്കുക, ഞാൻ സൗഖ്യമായി എന്ന് വായ് കൊണ്ട് പറയുക. ആ പറച്ചിലിൽ, സംസാരത്തിൽ അത്ഭുതങ്ങൾ നടക്കും. കാരണം വിശ്വാസത്തിൻ്റെ ഒരു തത്വമാണ് സേ യുവർ ഫെയ്ത്ത്. വിശ്വാസത്തെ വായ് കൊണ്ട് സംസാരിക്കുക, വിശ്വാസത്തെ വായ് കൊണ്ട് കൽപ്പനയായി പുറപ്പെടുവിക്കുക. അത് ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ കാണാൻ തുടങ്ങും. ഫെയ്ത്ത് ഈസ് ദ വെൽത്ത് ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ സമ്പത്ത് എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഈ കാലത്ത് വിശ്വാസമില്ലാത്ത അനേക വിശ്വാസികളെ നമുക്ക് കാണാം. വിശ്വാസം അല്ലെങ്കിൽ ഉണ്ടെന്ന് പുറത്ത് അറിയപ്പെടുകയും വിശ്വാസി എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിലും അകത്ത് വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിൽ പലരെയും നമുക്ക് കാണാം. ആരൊക്കെയോ പറഞ്ഞിട്ടുള്ളതുപോലെ,
പലപ്പോഴും പാലപ്പത്തിൽ പാല് ഉണ്ടാകില്ല, നെയ്യപ്പത്തിൽ നെയ്യും ഉണ്ടാകില്ല. പല വിശ്വാസികളുടെ അകത്ത് വിശ്വാസമില്ല. ഇതുപോലെ ഉള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിശ്വാസത്താലുള്ള ഒന്നും തന്നെ ഒരുപക്ഷെ സാധിക്കുകയില്ലായിരിക്കാം. വിശ്വാസം നമ്മുടെ മൂലധനവും നമ്മുടെ സമ്പത്തും എല്ലാമായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രഷർ, നിക്ഷേപമായി വിശ്വാസം ആയിരിക്കുമ്പോൾ, അവിടെയാണ് വൻ കാര്യങ്ങൾ, അസാധ്യമെന്ന് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നത്. എല്ലായ്പ്പോഴും രോഗത്തെക്കുറിച്ച് വാഗൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എല്ലായ്പ്പോഴും രോഗത്തിൽ തന്നെ ജീവിക്കാനാണ് സാധ്യത. ദാരിദ്ര്യത്തെക്കുറിച്ച് എല്ലായ്പ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ദാരിദ്ര്യത്തിൽ തന്നെ ജീവിതകാലം തുടരാനാണ് സാധ്യത. എന്നാൽ ഒരു നല്ല ദിവസം വരുന്നുണ്ട് എന്ന് വാഗൊണ്ട് പറയുമ്പോൾ ഇന്നത്തെ ഞെരുക്കങ്ങളും ഇന്നത്തെ പ്രയാസങ്ങളും മാറാൻ തുടങ്ങും. ദൈവം നമുക്ക് വായ്ക്ക്, നാവിന്, വാക്കുകൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് തന്നിട്ടുള്ള അധികാരം നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത് വായ് കൊണ്ട് സംസാരിക്കുമ്പോഴാണ്. ഒരു രാജാവിന് അധികാരമുണ്ട്. രാജ്യത്തിലുള്ള എല്ലാവരുടെയും മുകളിൽ പൊസിഷൻ വൈസ് ആയിരിക്കുന്ന അദ്ദേഹം വായ് കൊണ്ട് ഒന്ന് കൽപ്പിച്ചാൽ, ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്, തിരുവായ്ക്ക് എതിർവായ് ഇല്ല. ഒരു രാജാവ് കൽപ്പിച്ചാൽ അതിനപ്പുറത്ത് സംസാരിക്കാൻ ആരുമില്ല. എന്നാൽ ഒരു രാജാവ് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അധികാരമുള്ളൊരു വ്യക്തി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. അധികാരമുള്ളൊരു വ്യക്തി വായ് തുറന്ന് സംസാരിക്കണം. സംസാരിച്ചാൽ അധികാരം എക്സർസൈസ് ചെയ്യപ്പെടുകയാണ്. അധികാരം പ്രായോഗിക തലത്തിലേക്ക് വരുന്നു. വിശ്വസിക്കുന്നു എന്ന് നാം പറയുമ്പോൾ നാം ഈ സമയത്ത് സംസാരിക്കാൻ തുടങ്ങണം. വിശ്വാസം സംസാരമായി, കൽപ്പനയായി, വാക്കുകളായി, പോസിറ്റീവായി പുറത്തേക്ക് വരുമ്പോൾ സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും. യേശു പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഒരു മല നിൽക്കുന്നുണ്ടെങ്കിൽ ഈ മല മാറട്ടെ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മലയെക്കുറിച്ച് ദൈവത്തോട് മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, സങ്കടപ്പെടുകയല്ല വേണ്ടത്, പിറുപിറുക്കുകയല്ല വേണ്ടത്. മറിച്ച് ദൈവത്തോടല്ല നീ സംസാരിക്കേണ്ടത്, മലയോടാണ് സംസാരിക്കേണ്ടത്. ദൈവത്തിലുള്ള വിശ്വാസത്താൽ മലയോട് സംസാരിക്കുക. ബ്രദർ, സിസ്റ്റർ, ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യം വളരെ വ്യക്തമായി ശ്രദ്ധിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മല പോലെ നിൽക്കുന്ന ഒരു ടഫ് സിറ്റുവേഷൻ ഉണ്ടെന്നിരിക്കട്ടെ, അതിഭയങ്കരമായൊരു പ്രയാസത്തിലാണ് നിങ്ങളായിരിക്കുന്നതെന്നിരിക്കട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തോടല്ല പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ആ മലയോട് സംസാരിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ ഈ മല, ഈ പ്രശ്നം എൻ്റെ മുമ്പിൽ നിന്നും മാറിപ്പോകട്ടെ. ഈ തൊഴിലില്ലായ്മ എൻ്റെ മുമ്പിൽ നിന്നും മാറിപ്പോകട്ടെ. ഈ ശൂന്യത, ഈ വരൾച്ച, ഇല്ലായ്മ എൻ്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകട്ടെ. നിരന്തരമായി സംസാരിക്കാൻ തുടങ്ങിയാൽ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. എല്ലായ്പ്പോഴും അത്ഭുതങ്ങളെക്കുറിച്ചും ദൈവം പ്രവർത്തിക്കുന്ന വൻ കാര്യങ്ങളെക്കുറിച്ചും ഒരാൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ തുടർന്നും അയാൾ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അരിഷ്ടതകളെക്കുറിച്ച് സംസാരിക്കാതെ, പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ, അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവയോട് സംസാരിച്ച്, സാഹചര്യങ്ങളോട് സംസാരിച്ച് മുന്നിലേക്ക് പോകുന്നൊരു വ്യക്തിയാണ് വിശ്വാസി എന്ന് യേശുവിനാൽ വിളിക്കപ്പെടുന്നത്. പലരും ഇന്ന് വലിയ പ്രശ്നത്തിലായിരിക്കാം ജീവിക്കുന്നത്. ആ പ്രശ്നങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുകയും, ഇതിങ്ങനെയേ ജീവിക്കൂ, ഞാനിങ്ങനെയേ തീരൂ, എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ നെഗറ്റീവായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളത് ഒന്നുകൂടെ വഷളായിക്കൊണ്ടിരിക്കും. ഇന്നുള്ള പ്രശ്നങ്ങളെക്കാൾ നാളെ കുറേ കൂടെ വഷളാകും. എന്നാൽ പകരം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന മലയെ അല്ല വിശ്വസിക്കേണ്ടത്, ആ മലകൾ മാറ്റി മുമ്പിലേക്ക് വഴി തുറക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കഴിവിൽ വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങും. അനേക വർഷങ്ങൾക്ക് മുൻപ്, ഒത്തിരി പുരാതന കാലത്ത്, ഏറ്റവും ഏൻഷ്യൻ സിറ്റി, ഏറ്റവും പുരാതനമായ നഗരം എന്നറിയപ്പെടുന്ന ജെറീക്കോ കീഴടക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുക. അവരോട് എത്താറായപ്പോൾ ദൈവം പറഞ്ഞു, ആദ്യത്തെ 6 ദിവസം നിങ്ങൾ മിണ്ടരുത്,
മിണ്ടാതെ ഈ ജെറിക്കോ വാളിന് ചുറ്റും വലിയ മതിലുകളാണ്, ആ വാളിന് ചുറ്റും നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നടന്നു. ഓരോ ദിവസവും ഓരോ പ്രാവശ്യം അവർ നടന്നു. 7ാമത്തെ ദിവസം ദൈവം അവരോട് പറഞ്ഞു 7 പ്രാവശ്യം ചുറ്റുക. 7ാം പ്രാവശ്യം ചുറ്റിയ ശേഷം എല്ലാവരും ചേർന്ന് ആർപ്പിടുക. ആർപ്പിടുമ്പോൾ ഈ മുന്നിലുള്ള മതിൽ, അനേക വർഷങ്ങൾ കൊണ്ട് പണിയപ്പെട്ട ചൈനീസ് വാളിനേക്കാളും ഭീകരമായ ആ വൻമതിൽ, ദൈവം അതിനെ തകർക്കും. എപ്പോഴാ? മിണ്ടാതെ ആദ്യം നടന്ന ശേഷം അവസാനം ആർപ്പിടുമ്പോൾ. അവരോട് മിണ്ടാതെ നടക്കാൻ പറയാനൊരു കാരണമുണ്ടെന്നാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. സംസാരിക്കാൻ അവർ അനുവദിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ മതിലിനെക്കുറിച്ചും അവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ചും അവർ ഈജിപ്ത് മുതൽ ഇങ്ങോട്ട് വന്ന യാത്രാ ദുരിതങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ച് നെഗറ്റീവായി ഒത്തിരി പറഞ്ഞ് ദൈവത്തെയും വിഷമിപ്പിച്ച് ആ രംഗം ഏറ്റവും വഷളാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം, നെഗറ്റീവായി ഒന്നും സംസാരിക്കരുത്. എന്നാൽ ഏറ്റവും അവസാനം അവർ വിശ്വാസത്താൽ ദൈവത്തിലേക്ക് നോക്കി ആർപ്പിട്ടപ്പോൾ, അവർ വായ് തുറന്നപ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന മതിൽ കാണാതെ പോയി. അവർ ഭൂമിയിലേക്ക് അത് ഇറങ്ങിപ്പോയി. ഇതുപോലെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അതിഭയങ്കരമായ പ്രശ്നങ്ങളെ വകവയ്ക്കാതെ നെഗറ്റീവായി സംസാരിക്കാതെ ഇരുന്നാൽ ദൈവം വലിയ വിടുതലുകൾ നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശത്തിൻ്റെ തുടർച്ച നാളെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ മിറക്കിൾസ് ടുഡേ ആണ്. അത്ഭുതങ്ങൾ ഇന്ന് നടക്കുന്നു. ചിന്നമസ്കറിയ എന്ന നമ്മുടെ ഈ ബ്ലെസ്സിങ് സെൻറ്ററിൽ തന്നെ പല പ്രവർത്തനങ്ങൾക്കും വളരെ കൈത്താങ്ങലായിരിക്കുന്ന നമ്മുടെ ചിൽഡ്രൻസ് വില്ലേജിനെ കാര്യങ്ങളെല്ലാം നടത്തിയും സൺഡേ സ്കൂളിൻ്റെയും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പോഴും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന, പ്രായം നോക്കാതെ ഓടി നടക്കുന്ന ചിന്നമസ്കറിയ എന്ന സഹോദരിയുടെ ഒരു അത്ഭുതകരമായ സാക്ഷ്യമാണ് തുടർന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ, ഇത് നമ്മുടെ ചിന്നമാൻറ്റി കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇടത് കണ്ണിന് വേദനയായിട്ട് ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന് തിമിരം ബാധിച്ചതാണ്, സർജറി വേണമെന്ന് പറഞ്ഞു. ആന്റി വിശ്വാസത്താൽ സർജറി വേണ്ടെന്ന് വെച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഇത് അങ്ങ് മാറ്റി തരികയാണെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റേജിൽ നിന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷമാൻറ്റിയെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചു. ഈ ജനുവരിയിലാണ് പിന്നെ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്നത്. ഡോക്ടർ പറഞ്ഞു തിമിരമെല്ലാം മാറി. എങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ മരുന്നെങ്കിലും എന്താ? മരുന്നിന്റെ ആവശ്യമില്ല, പൂർണ്ണമായിട്ടും മാറി. അതെന്ന് സാക്ഷ്യപ്പെടുത്താൻ ആന്റി ഒന്നുകൂടെ നിൽക്കുന്നത്. ആന്റി കൂടി പറഞ്ഞു. ഞാനിതുപോലെ അതൊക്കെ കേട്ടു. ഞാൻ ഡോക്ടറെ അടുത്ത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കൊല്ലം മുമ്പ് ഡോക്ടറെ കണ്ടപ്പോൾ കാറ്ററാക്ട് എന്ന് പറഞ്ഞു. വീട്ടിൽ മരുന്നൊഴിച്ച് തരാൻ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനെ തന്നെ ശരണപ്പെട്ടു. കർത്താവിന്റെ പ്രാർത്ഥനയെ കൊണ്ട് കണ്ണിൽ മരുന്ന് കഴിച്ച് തരാൻ. എനിക്ക് ഓർമ്മയുണ്ട്, ആന്റി എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ക്ഷേമ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ കണ്ണ് ഇങ്ങനെ വെയിലത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പൊ കണ്ണിൽ മരുന്നൊഴിക്കണം, അതിന് വലിയ ഹെൽപ്പേഴ്സ് ഒക്കെ ആവശ്യമുണ്ട്. പക്ഷെ ആന്റിയുടെ കൂടെ ഇപ്പൊ ആരും ഇല്ലല്ലോ, കർത്താവുണ്ടല്ലോ. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ ഇങ്ങനെ കാറ്ററാക്ട് ഇല്ലാത്തൊരു കണ്ണങ്ങ് സൃഷ്ടിച്ച് എനിക്ക് പറ്റുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സ്റ്റേജിൽ കയറി സാക്ഷ്യം പറയാമെന്ന്. അപ്പം അങ്ങനെ ഒരു വർഷം അങ്ങനെ കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് കണ്ടു. എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വരുമ്പോൾ എനിക്ക് പേടിയാണ്, കാറ്ററാക്ട് ചെയ്യാത്തതുകൊണ്ടാണോ എന്ന്. അതുകൊണ്ട് രണ്ടാമത് പിന്നെയും പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം കാറ്ററാക്ട് ഒന്നും ഇല്ല, അപ്പം മരുന്നൊന്നും ഒഴിക്കണ്ട, ഇനി അടുത്ത ഒരു കൊല്ലം കഴിയുമ്പോൾ വന്ന് കാണാൻ പറഞ്ഞു. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് ചെക്കപ്പ് പോലും ഉള്ളു, അങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റില്ല. അങ്ങനെ പറഞ്ഞു വിട്ടത്. എനിക്ക് ഒരു സാക്ഷ്യം കൂടി ഉണ്ട് അതുകൂടി പറയും. അതെന്റെ വയറിന് ഒരു മാസം മുമ്പാ എൻ്റെ വയറിന് ഭയങ്കര ഗ്യാസും ഉണ്ടായിരുന്നു, അതുപോലെ വയറുവേദനയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന്. ഞാൻ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പാസ്റ്റർ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയൊരു പ്രശ്നമാണ് ഞാൻ ഓർത്ത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു ഇതുപോലെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഡോക്ടറെ അടുത്ത് കണ്ടപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോളാം പറഞ്ഞു വിട്ടു. ഹോസ്പിറ്റലിൽ പോലും എടുക്കാത്തൊരു കേസാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ നിന്റെ മകൾ അനുഗ്രഹിക്കുന്ന ഈ പ്രായത്തിൽ കർത്താവെ, ചെറുപ്പക്കാർക്ക് പോലും ദൈവമേ ഒരു വെല്ലുവിളിയായി
നിന്റെ മകളെ ആരോഗ്യത്തിൽ നടത്തുന്നതിനായി നന്ദി. ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുവന്നാൽ ഈ പ്രായത്തിലും കർത്താവ് അത് റിപ്പയർ ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മകളെ അനുഗ്രഹിക്കുന്നു. ഇനിയും ദീർഘായുസ് ഉണ്ടാകട്ടെ. കൂടുതൽ ശക്തമായി കൈകളിലെടുത്ത് അങ്ങ് ഉപയോഗിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത തമ്പാൻ വർഗീസ് ആൻഡ് ഫാമിലിയോട് എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരുടെയും പേരിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്ന. ഗോഡ് ബ്ലെസ് യു, യുവർ ഫാമിലി, യുവർ സ്പിരിച്വൽ ലൈഫ്, യുവർ ഫൈനാൻസസ്, യുവർ ഫ്യൂച്ചർ ആൻഡ് എവറിത്തിങ് റിലേറ്റഡ് വിത്ത് യു. തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഇന്ന് കർത്താവെ, അത്ഭുതങ്ങളെ അങ്ങ് വാരി അനേകരുടെ മേൽ വിതറുന്നതിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് രോഗികൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശരീരത്തിൽ ചില വിരകളുടെ പ്രശ്നമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. പല രീതിയിലുള്ള വിരകളായിരിക്കാം. നാടവിരയാകാം, അല്ലെങ്കിൽ കൊക്കോപ്പുഴുവാകാം, അങ്ങനെ പല രീതിയിലുള്ളത്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. തോളെല്ലിൻ്റെ പൊട്ടലും അതിനോടനുബന്ധിച്ചുള്ള വേദനകളും, പൊട്ടലില്ലെങ്കിൽ തന്നെ ഷോൾഡറിൽ ഭയങ്കരമായി പെയിനുള്ള ചില വ്യക്തികൾ, എന്തോന്നിവിടെ കെട്ടിവെച്ചിരിക്കുന്ന പോലെ അത് ഇപ്പോൾ അഴിഞ്ഞു മാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. കാതിൻ്റെ അകത്ത് ഭയങ്കരമായി മൂളൽ ശബ്ദം കേൾക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മൂക്കിൻ്റെ അസ്ഥി വളഞ്ഞിരിക്കുക, മൂക്കിൻ്റെ അകത്ത് ദശ വളരുക, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യമാകട്ടെ. വായുടെ അകത്തുള്ള ക്യാൻസർ, നാവിൻ്റെ ക്യാൻസർ, ത്രോട്ടിൻ്റെ അകത്തുള്ളത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അന്നനാളത്തിലുള്ള ക്യാൻസർ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ ലങ്സിലുള്ള പ്രയാസങ്ങൾ, ബ്രോങ്കൈറ്റിസ്, അതുപോലെ ന്യൂമോണിയ, ഫാറിഞ്ചൈറ്റിസ് പോലെയുള്ള റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളും ബ്രോങ്കൽ ഏരിയയിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. SLE എന്ന് പറയുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാർഡിയാക് പ്രോബ്ലംസ്, ഹാർട്ടിനോട് അനുബന്ധിച്ചുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കുടലിലെ രോഗങ്ങളും അൾസറും സൗഖ്യമാകട്ടെ. ക്യാൻസർ വിവിധ രീതിയിലുള്ളത് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടല് സൗഖ്യമാകട്ടെ, ഫൈൽസ് സൗഖ്യമാകട്ടെ, ഹെർണിയ സൗഖ്യമാകട്ടെ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ ഈ സമയത്ത്, ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളിപ്പോൾ ഒരുമിച്ചാണെങ്കിൽ കൈകൾ കോർത്ത് പിടിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ വിടുതൽ പ്രാപിക്കട്ടെ. ആ ശരീരങ്ങൾ ക്രിയേറ്റീവ് മിറക്കിൾ ഉണ്ടാകട്ടെ. വലിയ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ മേൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കൽപ്പിച്ച് പ്രാർത്ഥിക്കും ഇൻ ദ നെയിം ഓഫ് ജീസസ്. നട്ടലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഡിസ്കിൽ പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ഫാദർ. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. സാമ്പത്തിക വിടുതലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഈ സമയത്ത് ഓരോരുത്തരെയും പേരുപേരായി അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് ഈ സമയത്ത് ഫോൺ എടുത്ത് നമ്മുടെ കോൾ സെൻറ്ററിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അനേക പ്രാർത്ഥനാ പോരാളികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ സന്നദ്ധരാണ്. അതുകൊണ്ട് വിളിക്കുക. ഗോഡ് ബ്ലെസ് യു. തുടർന്നുള്ള പ്രോഗ്രാമുകൾ കാണുക. നാളെ ഈ സന്ദേശം തുടരുന്നതായിരിക്കും. അതുകൊണ്ട് കാണാൻ മറക്കരുത്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെൽക്കം ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: പാളയത്തിന്റെ അറ്റങ്ങളിലുള്ളവരെ തീ ദഹിപ്പിച്ചു കളഞ്ഞത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ്: എ കൊൽക്കത്ത, ബി ഇസ്രായേൽ, സി തബേര, ഡി യെരുശലേം. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 99959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. നിങ്ങളുടെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് OM ബുക്സ് ആണ്.
ബൈബിൾ അന്യൂയിലൂടെ വീണ്ടും കാണാം. നിങ്ങളുടെ പരീക്ഷാ ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, പരീക്ഷയുടെ ടൈം ടേബിൾ എന്നിവ ഫോട്ടോ സഹിതം അയയ്ക്കുക. സ്റ്റാമ്പ് ഒട്ടിച്ച് കവർ അയക്കുന്നവർക്ക് വിദ്യാർത്ഥികളുടെ സങ്കീർത്തനം എന്ന പ്രാർത്ഥന സൗജന്യമായി അയച്ചു തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.